നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെ നേമത്ത് നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം തകൃതിയായി പാർട്ടിയിൽ നടക്കുമ്പോൾ ഒരു വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ആ നീക്കത്തെ എതിർക്കുകയാണ്. നേമത്ത് ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്നെ BJPക്ക് കണ്ണും പൂട്ടി ജയിച്ചു കയറാമെന്നാണ് വലിയൊരു വിഭാഗം CPM നേതാക്കൾ പറയുന്നത്. നേരത്തെ ആര്യയെ അവരുടെ ഭർത്താവിൻ്റെ നാടായ കോഴിക്കോട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് നിർത്തി ജയിപ്പിക്കാം എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ CPMൽ ഉണ്ടായിരുന്നു. എന്നാൽ അതും ആത്മഹത്യാപരമാകുമെന്ന് പാർട്ടി കണ്ടെത്തി. തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടാണ് അവരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം അവിടെ പരന്നാൽ കോഴിക്കോട്ടും CPMന് ദോഷം ചെയ്യുമെന്ന് പാർട്ടി മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കട്ടെ, അവരെ നേമത്ത് മത്സരിപ്പിക്കാം എന്നുള്ള ആലോചന പാർട്ടിയിൽ ശക്തമായത്. നേമത്ത് ആര്യ രാജേന്ദ്രൻ മത്സരിച്ചാൽ പിന്നെ BJPക്ക് കണ്ണുമടച്ച് ജയിച്ചു കയറാമെന്നാണ് പല CPM നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, മേയറായിരിക്കെ ഏറ്റവും അൺപോപ്പുലറായ മേയറായിരുന്നത്രേ ആര്യ രാജേന്ദ്രൻ. അവർക്കെതിരെ ശക്തമായ ആരോപണങ്ങളും അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളുമെല്ലാം പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും ഉയർന്നു വരികയുണ്ടായി. അവരുടെ പെരുമാറ്റവും ഇടപെടലുകളുമെല്ലാം വലിയ തോതിലുള്ള എതിർപ്പുകൾ ജനങ്ങൾക്കിടയിൽ വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെയാണ് അവരെ ഒരു ഘട്ടത്തിൽ അവരെ മേയറാക്കിയത് അബദ്ധമായി എന്നുള്ള സൂചന പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉണ്ടായി. എന്നാൽ ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായി കൈയൊഴിയാനൊന്നും പാർട്ടിക്ക് കഴിയില്ല. പാർട്ടി എന്താണോ പറഞ്ഞത് അത് ചെയ്യുക മാത്രമായിരുന്നു മേയർ എന്നുള്ള നിലയിൽ അവരുടെ ജോലി. അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ നിന്നുള്ള MLAയുമാണ്, പാർട്ടിയുടെ പ്രമുഖനായ യുവ നേതാവുമാണ്. ഏതായാലും ആര്യയെ കൈയൊഴിയുക എന്നത് CPMന് സാധ്യമല്ല. എന്നാൽ അവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്താതെ അവർക്കെതിരെയുള്ള ആ ഒരു പ്രശ്നങ്ങളും വികാരങ്ങളും എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിക്കുന്നതായിരിക്കും ബുദ്ധി എന്നുള്ള ഒരു അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് നേമം നിയോജക മണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രനെ നിർത്താനുള്ള CPMൻ്റെ നീക്കം അങ്ങനെ നിർത്തുകയാണെങ്കിൽ അത് BJPക്ക് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് പല CPM നേതാക്കളും പറയുന്നത്. കാരണം നേമത്ത് കഴിഞ്ഞ തവണ K മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ടും ശിവൻകുട്ടി CPM സ്ഥാനാർത്ഥി ആയതുകൊണ്ടും മാത്രമാണ് കുമ്മനം രാജശേഖരൻ തോറ്റുപോയത്. അല്ലെങ്കിൽ കുമ്മനത്തെ പോലൊരാളെ നേമത്ത് പിടിച്ചു കെട്ടാൻ ഒരിക്കലും സാധിക്കുകയില്ല, ശിവൻകുട്ടി അവിടെ വിജയിക്കുകയുമില്ലായിരുന്നു. എന്നാൽ ഇത്തവണ നേമത്ത് K മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസ് ഇറക്കുന്നത്. അവിടെയുള്ള തിരുവനന്തപുരത്ത് തന്നെയുള്ള ഏതെങ്കിലും യുവ നേതാക്കളെ ആയിരിക്കും, പ്രത്യേകിച്ച് വനിതാ നേതാക്കളെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ BJPക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകും. നിയമമണ്ഡലം BJPക്ക് അതിശക്തമായ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മുരളീധരൻ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കുമ്മനം രാജശേഖരൻ ജയിച്ച് നിയമസഭയിലെത്തുമായിരുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്രയ്ക്ക് കരുത്തരായ സ്ഥാനാർത്ഥികളെ രണ്ട് പാർട്ടികളും നേമത്ത് മത്സരിപ്പിച്ചാൽ മാത്രമേ അവിടെ BJPയെ തളയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ആര്യ രാജേന്ദ്രനെ പോലെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ, അതും ഇപ്പോൾ നേമം CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടുന്ന് ജയിച്ച ശിവൻകുട്ടി മന്ത്രിയാണ്. അപ്പോൾ അതനുസരിച്ച് അത്രയും തലപ്പൊക്കമുള്ള ഒരു പ്രമുഖ നേതാവിനെ അവിടെ മത്സരിപ്പിക്കേണ്ടതിന് പകരം ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തിരുന്ന് അത്യാവശ്യം ചീത്തപ്പേര് കേൾപ്പിച്ച ആര്യ രാജേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുന്നത് അത്ര ബുദ്ധിയാണോ എന്നാണ് പല CPM നേതാക്കളും ചോദിക്കുന്നത്. ഏതായാലും ആര്യയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. താൻ കോഴിക്കോട്ടേക്കൊന്നും പോകുന്നില്ല, തൻ്റെ തട്ടകം തിരുവനന്തപുരം തന്നെയാണോ, തിരുവനന്തപുരത്ത് തന്നെ താൻ ഉണ്ടാകുമെന്നൊക്കെ മാധ്യമങ്ങളോട് ആര്യ പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും കോഴിക്കോട്ടേക്കൊന്നും പോയി മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളും പറയുന്നത്. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആര്യ രാജേന്ദ്രനെ അവിടെ നിന്ന് മത്സരിപ്പിക്കണോ എന്നുള്ള ചോദ്യമാണ് CPMലെ പല നേതാക്കളും ഉയർത്തുന്നത്. അങ്ങനെ മത്സരിപ്പിച്ചാൽ അത് BJPക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് CPM നേതാക്കൾ പറയുന്നത്.